വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ സയൻസ് ആണ്. പുതിയ SCERT ചാപ്റ്റർ ആണ്. 11ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സ്വരുക്കൂട്ടം കരുതി വെക്കാം എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അതായത് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ബാങ്കുകൾ അല്ലേ, അതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ PSC പഠിക്കുന്നവർക്കായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സിലബസിൽ നിന്നും ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതിൽ നമ്മൾ കറക്റ്റായിട്ട് എല്ലാതും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ 11ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സ്വരുക്കൂട്ടം കരുതി വെക്കാം എന്നാണ് അല്ലേ. ഇവിടെ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള സംഭാഷണം തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, എല്ലാവരും സന്തോഷത്തിലാണല്ലോ. ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞിരുന്നത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു ടീച്ചർ ഞാൻ എടുത്തു എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് അക്കൗണ്ട് എടുക്കണമെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഇവിടെ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്ക് ഉണ്ടോ? ബാങ്കിനെ കുറിച്ചും ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചും നമുക്ക് നോക്കാം. എന്താണ് ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായി സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പണം വായ്പയായി നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബാങ്ക് എന്ന് വെച്ചാൽ? പൊതുജനങ്ങളിൽ നിന്ന് പണം നിക്ഷേപമായിട്ട് സ്വീകരിക്കും അല്ലേ. പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായിട്ട് സ്വീകരിക്കും. എന്നിട്ട് ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ചിട്ട് പണം എന്തായിട്ട് നൽകും? വായ്പയായിട്ട് നൽകും അല്ലേ. അങ്ങനെ വായ്പയായിട്ട് നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇന്നത്തെ രീതിയിലുള്ള ബാങ്കുകൾ രൂപം കൊണ്ടത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് പണം എന്ന് നോക്കാം. പണം എന്ന് വെച്ചാൽ എന്താണ്? സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പകരമായി സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും എന്തെന്ന് വിളിക്കാം? പണമെന്ന് വിളിക്കാം. അതായത് ആദ്യകാലങ്ങളിലൊക്കെ എന്തായിരുന്നു? ബാർട്ടർ സമ്പ്രദായമായിരുന്നു അല്ലേ. ബാർട്ടർ സമ്പ്രദായം എന്ന് വെച്ചാൽ എന്താണ്? സാധനങ്ങളാണ് കൈമാറ്റം ചെയ്തിരുന്നത് അല്ലേ. അതിന് പകരമായിട്ടാണ് എന്ത് വന്നത്? പണം എന്ന് പറയുന്നത് വന്നത് അല്ലേ. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പകരമായി സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം? പണമെന്ന് വിളിക്കാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം നിശ്ചയിച്ച് കൈമാറ്റം സുഗമമാക്കാൻ സഹായിക്കുന്നത് എന്താണ്? പണമാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം നിശ്ചയിക്കലേ, നമ്മൾ ഒരു വില ഇടും, ആ വിലയ്ക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? പണം കൊടുക്കും അല്ലേ. അതാണ് പറയുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം നിശ്ചയിച്ച് കൈമാറ്റം സുഗമമാക്കാൻ സഹായിക്കുന്നത് എന്താണ്? പണമാണ്. ഇനി ബാങ്കുകൾ രൂപം കൊള്ളുന്നു. എങ്ങനെയാണ് ബാങ്കുകൾ രൂപം കൊള്ളുന്നത്? എങ്ങനെയാണ്? മിച്ചം എന്ന പണം വ്യക്തികൾ ആവശ്യക്കാർക്ക് വായ്പ നൽകാൻ തുടങ്ങിയത് പ്രാദേശികമായി പണമിടപാട് നടത്തുന്ന വ്യക്തികളുടെ ആവിർഭാവത്തിന് കാരണമായി. എന്താണ് പറയുന്നത്? മിച്ചം വന്ന പണം വ്യക്തികൾ എന്ത് ചെയ്തു? ആവശ്യക്കാർക്ക് വായ്പ നൽകാനായിട്ട് തുടങ്ങി. അത് പ്രാദേശികമായിട്ട് പണമിടപാട് നടത്തുന്ന വ്യക്തികളുടെ ആവിർഭാവത്തിന് കാരണമായി. വായ്പ ആവശ്യമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ പണമിടപാട് നടത്തിയിരുന്നവർക്ക് കൂടുതൽ പണം കണ്ടെത്തേണ്ടതായി വന്നു. അതായത് പലിശയ്ക്കൊക്കെ പണം എടുക്കാമെന്ന് കേട്ടിട്ടില്ലേ? ഒരു പലിശക്കാരുണ്ടായിരിക്കും, അവരവിടെ ഒരു വ്യക്തിയാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? കൂടുതൽ പേർക്ക് വായ്പ നൽകണമായിരുന്നു, കൂടുതൽ പേർക്ക് പണം ആവശ്യമായിട്ട് വന്നപ്പോൾ ഈ ഇപ്പം ഒരു പലിശക്കാരൻ, അതായത് ഒരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ കയ്യിൽ കുറേ അധികം കാശ് വേണം അല്ലേ. ആ കാശുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ഈ പണം വായ്പയായിട്ട് നൽകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കാശ് കൂടുതലായിട്ട് വേണ്ടി വന്നു. അങ്ങനെ ഇതിനായി അവർ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയത് പണമിടപാട് സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഇവരുടെ കയ്യിൽ കാശില്ല. അപ്പോൾ കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഇവർ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനായിട്ട് തുടങ്ങി അല്ലേ. എല്ലാവരുടെയും നിക്ഷേപങ്ങൾ സ്വീകരിക്കാനായിട്ട് തുടങ്ങി. അതാണ് എന്തിലേക്ക് വഴിതെളിക്കുന്നത്? പണമിടപാട് സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിന് നയിക്കുന്നത്.
വായ്പ തിരിച്ചടയ്ക്കാനുള്ള ശേഷി, വിശ്വാസ്യത എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സ്ഥാപനങ്ങൾ ആവശ്യക്കാർക്ക് പണം വായ്പയായി നൽകിയിരുന്നത്. എന്താണ് വായ്പ തിരിച്ചെടുക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് നോക്കും ആൾക്ക് അല്ലേ. അതുപോലെ തന്നെ വിശ്വാസത്തിന് പുറത്തൊക്കെയാണ് ഈ സ്ഥാപനങ്ങൾ പണം വായ്പയായിട്ട് നൽകിയിരുന്നത്. നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലും ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ വ്യക്തികൾക്ക് ഈ പ്രവർത്തനങ്ങൾ സ്വയം നിർവഹിക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? വായ്പ നന്നായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരാണ്. അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ നന്നായിട്ട് വരാണ്. അപ്പോൾ ഇവർക്ക് ഒരാളിൽ മാത്രം ഇത് ഒതുങ്ങാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉദയത്തിന് വഴിയൊരുക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു? ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വന്നു. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? എങ്ങനെയാണ് ബാങ്ക് എന്ന് വന്നതെന്നാണ് പറയുന്നത്. അതായത് പണമിടപാട് നടത്തുന്ന ഒരാളുണ്ടായിരിക്കും. അപ്പോൾ ആളുടെ ഇന്ന് കുറേ പേര് എന്താണ് വായ്പകൾ നൽകാനായിട്ട് അല്ലേ ഇവരോട് ചോദിക്കുകയാണ്, വായ്പ വേണമെന്ന് പറയുകയാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇവർ വായ്പകൾ നൽകി. അങ്ങനെ വായ്പകൾ നൽകി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ ആവശ്യക്കാർ വർദ്ധിക്കുകയാണ്. വായ്പകൾ വേണം എന്നുള്ളവർ കുറേ പേര് വന്നപ്പോൾ ഇവരുടെ കയ്യിൽ കാശില്ല. അപ്പോൾ കാശില്ലാണ്ടായപ്പോൾ ഇവരെന്ത് ചെയ്തു? നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ നിക്ഷേപങ്ങൾ വെച്ചിട്ട് വായ്പ നൽകാനായിട്ട് തുടങ്ങി. പക്ഷേ ഇങ്ങനെ കുറേ ആവശ്യക്കാർ കൂടി വരുന്നതിനനുസരിച്ച് ഇത് ഒരാളിലേക്ക് മാത്രം ഒതുങ്ങാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ എന്ത് സംഭവിച്ചു? അവിടെ ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ വരാണ്. അപ്പോൾ ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റാലിയൻ ഭാഷയിലെ ബാങ്ക, ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക് എന്നീ പദങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്ക് എന്ന വാക്ക് ഉണ്ടായത്. ഇറ്റാലിയൻ ഭാഷയിലെ എന്താണ്? ബാങ്ക എന്ന് പറയുന്ന പേരും ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക് എന്ന് പറയുന്ന പേരും കൂടി ചേർന്നിട്ടാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്ക് എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത്. രണ്ട് വാക്കുകളുടെയും അർത്ഥം എന്ത് തന്നെയാണ്? ബെഞ്ച് എന്നാണ്. പണ്ട് ഇറ്റാലിയൻ തെരുവുകളിൽ സ്വർണവും വെള്ളിയും ഒക്കെ ഈടായി സ്വീകരിച്ച് വ്യാപാരികൾ പണം കടം കൊടുത്തിരുന്നു. നാണയങ്ങൾ നിരത്തിവെച്ച ബെഞ്ചുകളിൽ ഇരുന്നാണ് അവർ ഇടപാടുകൾ നടത്തിയിരുന്നത്. അതിനാലാണ് ബെഞ്ച് എന്ന് പറയുന്ന അർത്ഥത്തിൽ ബാങ്ക് വന്നത് അല്ലേ. എന്താ പറയുന്നത്? പണ്ട് ഇറ്റാലിയൻ തെരുവുകളിൽ സ്വർണം വെള്ളിയൊക്കെയാണ് അവർ ഈടായിട്ട് സ്വീകരിക്കുക. അതായത് വായ്പ നൽകണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ സ്വർണം വെള്ളിയൊക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാശ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ കാശുകൾ നിരത്തി വെച്ചിരുന്ന ഇതിലാണ്? ബെഞ്ചിലാണ്. അതിനാലാണ് ബെഞ്ച് എന്താണ് ബാങ്ക് എന്നുള്ള ഒരു പേര് വന്നത് അല്ലേ. ബെഞ്ച് എന്നുള്ള ഒരു അർത്ഥത്തിൽ ബാങ്ക് എന്ന് പറയുന്ന പേര് വന്നത്. പ്രാദേശിക പണമിടപാട് സ്ഥാപനങ്ങൾ ബാങ്കുകളായി വളർന്നപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് നോക്കാം. അതായത് പ്രാദേശിക പണമിടപാട് സ്ഥാപനങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞു അല്ലേ ഒരു പണമിടപാടുകാരൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതങ്ങനെ ചെറിയൊരു സ്ഥാപനമായിട്ട് അവർ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് എല്ലാതും അതായത് ആവശ്യക്കാരെ വർദ്ധിച്ചപ്പോൾ ഇത് ഒതുങ്ങാനായിട്ട് പറ്റിയില്ല അല്ലേ. അതിനാലാണ് എന്ത് സംഭവിക്കുന്നത്? ബാങ്കുകളിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? കൂടുതൽ പേർക്ക് വായ്പ ലഭിച്ചു തുടങ്ങി. ചൂഷണത്തിൻ്റെ അളവ് കുറഞ്ഞു. ജനങ്ങളിൽ സമ്പാദ്യശീലം വർദ്ധിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ പുതിയൊരു ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതിന് ശേഷം എന്നാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത്? 1600 അല്ലേ. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. അതിനുശേഷമാണ് ഇന്ത്യയിൽ പുതിയൊരു ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുന്നത്. 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്നാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് 1899 കോഴിക്കോട് ആസ്ഥാനമായി സ്ഥാപിതമായ നെടുങ്ങാടി ബാങ്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ചോദിക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ ബാങ്കും കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. നെടുങ്ങാടി ബാങ്ക് എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പോൾ ചോദിക്കാം, നമുക്ക് PSC പഠിക്കുന്നവർക്ക് അറിയാം, ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് 1770 സ്ഥാപിതമായത്. 1770 ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ആയിട്ടുള്ള എന്ന് വന്നത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വന്നത്. ഇനി 1899 കോഴിക്കോട് ആസ്ഥാനമായിട്ട് കേരളത്തിലെ ആദ്യത്തെ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് വരുന്നത്. അപ്പോൾ 1770 ഏത് ബാങ്ക് വന്നു? ഹിന്ദുസ്ഥാൻ ബാങ്ക് വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് 1770 വന്നത്. 1899 കേരളത്തിലെ ആദ്യത്തെ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് വന്നത്. അപ്പു നെടുങ്ങാടിയാണ് ഈ സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചത്. നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചത് ആരാണ്? അപ്പു നെടുങ്ങാടിയാണ്.
1935 സ്ഥാപിക്കപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI RBI ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര ബാങ്ക് ഏതാണ്? RBI ആണ്. RBI എന്ന് വെച്ചാൽ എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലേ. എന്നാണ് നിലവിൽ വന്നത്? 1935 വന്നത്. ആസ്ഥാനം ചോദിക്കാറുണ്ട്. എവിടെയാണ്? മുംബൈയിലാണ്. ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. അപ്പോൾ ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്ന് വെച്ചാൽ ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആണ്. 1935 സ്ഥാപിക്കപ്പെട്ടത്. ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഏതൊക്കെയാണ് നോക്കിയോക്കെ. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നു. 1 രൂപ നോട്ടിന് താഴെയുള്ളത് ആരാണ്? ധനകാര്യ സെക്രട്ടറിയാണ് ഒപ്പുവെക്കുന്നത്. ധനകാര്യ മന്ത്രാലയമാണ് ഇറക്കുന്നത്. അപ്പോൾ 1 രൂപ നോട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കുന്നില്ല, അതായത് RBI ഇറക്കുന്നില്ല എന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അച്ചടിക്കുന്നില്ല. ധനകാര്യ സെക്രട്ടറി അല്ലെങ്കിൽ ധനകാര്യ മന്ത്രാലയമൊക്കെയാണ് ഇത് അച്ചടിച്ചിറക്കുന്നത്. അപ്പോൾ 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും, 1 രൂപ നോട്ടില്ല ബാക്കി എല്ലാ കറൻസി നോട്ടുകളും ആരാണ് അച്ചടിച്ചിറക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നാം പറഞ്ഞു ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്ന് വെച്ചാൽ ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. വായ്പ നിയന്ത്രിക്കുന്നു. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നു. ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. ഓക്കെ. അപ്പോൾ 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നുണ്ട്. വായ്പ നിയന്ത്രിക്കുന്നു. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. ഇനി ബാങ്കുകളുടെ പ്രവർത്തനം. വസ്തു വിറ്റ് കിട്ടിയ 5 ലക്ഷം രൂപ കയ്യിലുണ്ട്. അടുത്ത വർഷം മകളുടെ ഉന്നത പഠനത്തിനായി ഈ തുക വേണ്ടിവരും. അതുവരെ ഈ പണത്തിൽ നിന്നും വരുമാനം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരാൾ പറയുന്നുണ്ട് അല്ലേ. പിന്നെ വേറെ ഒരാൾ എന്താ പറയുന്നത്? ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വീടിന് 12 ലക്ഷം രൂപയാകും. എൻ്റെ കൈവശം 5 ലക്ഷം രൂപയേ ഉള്ളൂ. ബാക്കി 7 ലക്ഷം രൂപ കടമായി വാങ്ങാം. 15 വർഷത്തിനകം തവണകളായി തിരികെ നൽകാം. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ വ്യക്തി പറയുന്നത് എന്താണ്? അതായത് 5 ലക്ഷം രൂപ ഉണ്ട്, അടുത്ത വർഷം ആകുമ്പോഴേക്കും ഈ ഒരു 5 ലക്ഷം എന്ന് പറയുന്നത് കൂട്ടാനായിട്ട് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അതിനെന്താ ചെയ്യുന്നത്? ബാങ്കുകളിൽ നിക്ഷേപം അല്ലേ, ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടാൽ മതി അല്ലേ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ എന്ത് സംഭവിക്കും? ഇയാൾ ഉദ്ദേശിച്ച പോലെ തന്നെ എന്ത് സംഭവിക്കും? ഈ കാശ് കൂടും അല്ലേ. അതേപോലെ 5 ലക്ഷം എന്ന് പറയുന്നത് കൂടും അല്ലേ, പലിശയും കൂടെ കിട്ടും. ഇനി അടുത്ത ആൾ പറയുന്നത് എന്താണ്? ഒരു വീട് വാങ്ങിക്കാനായിട്ട് പോകുന്നുണ്ട്. 12 ലക്ഷമാണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. 5 ലക്ഷം മാത്രമാണ് കയ്യിലുള്ളൂ. ബാക്കി 7 ലക്ഷം കണ്ടെത്തണം അല്ലേ. ബാക്കി 7 ലക്ഷം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ബാക്കി 7 ലക്ഷം എങ്ങനെ കണ്ടെത്തുന്നതാണ് പറയുന്നത്? എങ്ങനെയായിരിക്കും കണ്ടെത്തുന്നുണ്ടായിരിക്കുക? വായ്പ എടുക്കുകയാണ് അല്ലേ. വായ്പകൾ അതായത് എന്താണ് ചെയ്യുന്നത്? ലോൺ എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നോക്കാം. വ്യക്തികളുടെ ഇത്തരം ആവശ്യങ്ങൾ സാധ്യമാക്കുന്നത് ബാങ്കുകളാണ്. നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളായി ബാങ്കുകൾ നിലകൊള്ളുന്നു. അപ്പോൾ ബാങ്കുകളിൽ എന്ത് സംഭവിക്കാം? വായ്പ സ്വീകരിക്കാനായിട്ട് പറ്റും ബാങ്ക് വഴി, വായ്പ സ്വീകരിക്കുവാനായിട്ടും പറ്റും. അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ ഇടുന്നതിനായിട്ടും പറ്റുന്നുണ്ട്. അപ്പോൾ അതാ പറയുന്നത് നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളായി ബാങ്കുകൾ നിലകൊള്ളുന്നു. ഇനി പൊതു നിയമാവലിയുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. നോക്കിയോക്കെ, ഇവിടെ നിക്ഷേപകർ എന്താ ചെയ്യുന്നത്? വ്യക്തികളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്ഷേപങ്ങൾ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തികളുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് അതെന്തായിട്ട് നൽകും? വായ്പകൾ വേണമെന്നുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? വായ്പയായിട്ട് നൽകും അല്ലേ. ഇനി നോക്കിയോക്കെ, സ്ഥാപനങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്ഷേപങ്ങൾ പലിശയോട് കൂടി തിരിച്ചു നൽകുന്നു അല്ലേ. ബാങ്കുകൾ പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം എന്ത് സംഭവിക്കും? നിക്ഷേപങ്ങൾ പലിശയോട് കൂടി തിരിച്ചു നൽകും. സർക്കാരാണെന്നുണ്ടെങ്കിൽ വായ്പ സ്വീകരിക്കുന്നവരിൽ സർക്കാർ സ്ഥാപനങ്ങളും വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ വായ്പകൾ പലിശയോടെ തിരിച്ചടയ്ക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവരിൽ നിന്നും ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവരിൽ നിന്നും വായ്പയും സ്വീകരിക്കുന്നുണ്ട് അല്ലേ. ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ഇത്രയൊക്കെയല്ലേ. പിന്നെന്താ മനസ്സിലാക്കുന്നതിനെ പറ്റുന്ന നോക്കിയേ. നിക്ഷേപങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷം പലിശയോട് കൂടി തിരികെ നൽകുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. നിക്ഷേപങ്ങൾ പലിശയോട് കൂടി കുറച്ച് നാളുകൾക്ക് ശേഷം തിരികെ നൽകുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ നിക്ഷേപങ്ങളിൽ നിന്നാണ് എന്ത് സംഭവിക്കുന്നത്? വായ്പ സ്വീകരിക്കുന്നത് അല്ലേ, വായ്പ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് ഇവിടെ?
ആദ്യം തന്നെ എന്താ പറയുന്ന വ്യക്തികൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു അല്ലേ. വ്യക്തികളിൽ നിന്നും നിക്ഷേപങ്ങൾ ബാങ്ക് സ്വീകരിക്കുകയാണ്. അതായത് ഒരു വ്യക്തി പോയിട്ട് എന്ത് സംഭവിക്കും, വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ സർക്കാരിൽ നിന്നോ കേട്ടോ ആരിൽ നിന്നോ ആകാം നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ബാങ്ക്. അതായത് നമ്മൾ കുറച്ച് കാശ് കൊണ്ടിട്ട് ബാങ്കിൽ കൊണ്ടുവന്നിട്ടു, കുറച്ച് നാൾക്ക് ശേഷം എന്ത് സംഭവിച്ചു, ഈ നിക്ഷേപങ്ങൾ പലിശയോട് കൂടി തിരിച്ചു നൽകും. ആർക്കൊക്കെ നൽകും, വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സർക്കാരിനും നൽകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇനി എന്താണ് വായ്പ സ്വീകരിക്കുന്നവർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പറഞ്ഞു നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ. ഈ നിക്ഷേപങ്ങളാണ് പിന്നീട് എന്ത് നൽകുന്നത്, വായ്പകൾ ആവശ്യമുള്ളവർക്ക് എന്തായിട്ട് നൽകുന്നത്, വായ്പയായിട്ട് നൽകുന്നത്. എന്നിട്ട് തിരിച്ചെന്ത് സംഭവിക്കും, വായ്പകൾ പലിശയോടെ തിരിച്ചടയ്ക്കേണ്ടവരാണ് അല്ലേ. വ്യക്തികൾ അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാണ്, വായ്പകൾ പലിശയോടെ തിരിച്ചടയ്ക്കേണ്ടി വരാണ്. അതാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവർക്കൊക്കെ എന്ത് സംഭവിക്കും, നിക്ഷേപങ്ങൾ കൊടുക്കുന്നതിനായിട്ടും പറ്റും, അതുപോലെ തന്നെ വായ്പകൾ സ്വീകരിക്കുന്നതിനായിട്ടും പറ്റും അല്ലേ. അതായത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന ആരാണ്, ബാങ്കാണ്. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ സർക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, ആദ്യം തന്നെ പോയിട്ട് കുറച്ച് കാശ് കൊണ്ടുവന്നിട്ടു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ കാശ് തന്നെയാണ് പിന്നീട് വായ്പ ആവശ്യമുള്ളവർക്ക് വായ്പയായിട്ട് നൽകുന്നത്. നമ്മൾ കുറച്ച് നാൾ ഇപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇപ്പോൾ ഒരു വർഷത്തേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഇത്ര ശതമാനം പലിശ നിരക്കിൽ എന്ത് ചെയ്യും, കുറച്ച് കാശും കൂടി തിരിച്ച് കിട്ടും അല്ലേ. കുറച്ചും കൂടി പലിശയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ആ കാശ് കിട്ടും. പക്ഷെ വായ്പ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ നമ്മൾക്ക് പലിശ അടയ്ക്കേണ്ടി വരും അല്ലേ. പലിശ നമ്മൾ കൂടുതലായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവരിൽ നിന്നും ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. നിക്ഷേപങ്ങൾ നിശ്ചിത കാലാവധിക്ക് ശേഷം പലിശയോടുകൂടി ബാങ്ക് തിരികെ നൽകുന്നു. ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നാണ് ബാങ്ക് ആവശ്യക്കാർക്ക് പണം വായ്പയായി നൽകുന്നത്. വായ്പ സ്വീകരിക്കുന്നവർ പലിശയോടുകൂടി ഈ തുക ബാങ്കിന് തിരികെ നൽകുന്നു. ബാങ്കിങ് വ്യവസായം നടത്തുന്ന വ്യക്തിയെയോ സ്ഥാപനത്തെയോ എന്നാണ് വിളിക്കുന്നത്, ബാങ്കർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ എന്താണ്, ബാങ്കിങ് വ്യവസായം നടത്തുന്ന വ്യക്തിയെ അല്ലെങ്കിൽ സ്ഥാപനത്തെ എന്ന് വിളിക്കുന്നുണ്ട്, ബാങ്കർ എന്നും വിളിക്കുന്നുണ്ട്. ഇനി നോക്കി ഇവിടെ കുറച്ച് പരസ്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. സ്ഥിര നിക്ഷേപം, അതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ബാങ്കുകൾ നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളാണ്. ഈ പ്രസ്താവന സാധൂകരിക്കൂ. നമ്മൾ ഈ പറഞ്ഞ ഒരു പാരഗ്രാഫ് തന്നെയുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ബാങ്കുകൾ നിക്ഷേപകരാകുന്നത് എങ്ങനെയാണ്, വായ്പ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ കാശ് കൊടുത്തതിന് ശേഷം സംഭവിക്കും, നമ്മളെ പണം ബാങ്കിൽ ഇട്ടതിന് ശേഷം അല്ലേ, അക്കൗണ്ടിൽ ഇട്ടതിന് ശേഷം എന്ത് സംഭവിക്കുകയാണ്, അത് നമുക്ക് പലിശയോട് കൂടി ഒരു നിശ്ചിത സമയത്തിന് ശേഷം നമുക്ക് തിരിച്ച് ലഭിക്കും. അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇനി പരസ്യങ്ങൾ ശ്രദ്ധിക്കും. സ്ഥിര നിക്ഷേപം പലിശ 7.5% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗസിംഗ് ലോൺ ആണെന്നുണ്ടെങ്കിൽ പലിശ 12% പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ പരസ്യങ്ങളിൽ എന്താണ് കൂടുതലായിട്ട് പറയുന്നത്, എന്താണ് പലിശയെക്കുറിച്ചല്ലേ പറയുന്നത്. അതായത് സ്ഥിര നിക്ഷേപമാണെന്നുണ്ടെങ്കിൽ പലിശ 7.5% ആണ് അല്ലേ. ഹൗസിംഗ് ലോൺ ആണെന്നുണ്ടെങ്കിൽ 12% പറയുന്നുണ്ട്. അതായത് പണം കടം വാങ്ങുമ്പോൾ അധികമായി തിരികെ നൽകേണ്ടതും നിക്ഷേപങ്ങൾക്ക് അധികമായി ലഭിക്കുന്നതുമായ തുകയാണ് പലിശ എന്ന് പറയുന്നത്. പണം കടം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണം അവിടെ നിന്ന് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അത് കൂടുതലായിട്ട് തിരികെ നൽകണം അല്ലേ. നമ്മൾ ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പലിശ കൊണ്ട് കൂടിയിട്ട് എന്ത് സംഭവിക്കും, കുറച്ചധികം കാശ് കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. നിക്ഷേപങ്ങൾക്കോ അധികമായിട്ട് ലഭിക്കുന്ന തുകയാണ് പലിശ എന്ന് പറയുന്നത്. അപ്പോൾ നിക്ഷേപങ്ങൾക്ക് ചെന്നപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് കാശ് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതിൽ നിന്ന് നമുക്ക് കുറച്ചധികം, നമ്മളിപ്പോൾ എത്രയാണ് 5 ലക്ഷം ഇട്ടുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി തുക കൂടുതലായിട്ട് നമുക്ക് തിരിച്ചു കിട്ടില്ലേ. അതാണ് എന്ന് പറയുന്നത് പലിശ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പലിശ എന്ന് വെച്ചാൽ എന്താണ് പണം കടം വാങ്ങുമ്പോൾ അധികമായിട്ട് തിരികെ നൽകണം അല്ലേ. അതായത് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നാളുകൾക്ക് ശേഷം എന്ത് ചെയ്യണം, അടയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, പലിശ എന്തോ ഒരു സംഭവം അല്ലേ, കുറച്ച് കാശ് കൂടുതലായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനെയാണ് പലിശ എന്ന് പറയുന്നത്. നമ്മൾ കടം നിക്ഷേപം, അതായത് നമ്മൾ കുറച്ച് കാശ് അക്കൗണ്ടിൽ പോയി ഇടാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് പണം കൂടുതലായിട്ട് തിരിച്ചു കിട്ടും അല്ലേ. അതിനെയാണെന്ന് പറയുന്നത് പലിശ എന്ന് പറയുന്നത്. ഓക്കെ, പണം കടം വാങ്ങുമ്പോൾ അധികമായി തിരികെ നൽകേണ്ടതും നിക്ഷേപങ്ങൾക്ക് അധികമായി ലഭിക്കുന്ന തുകയാണ് പലിശ എന്ന് പറയുന്നത്. നിക്ഷേപത്തിനും വായ്പയ്ക്കും പലിശയുണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിനും പലിശയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. വായ്പ എടുക്കുന്നവരിൽ നിന്നും ബാങ്ക് ഒരു നിശ്ചിത തുക പലിശയായിട്ട് ഈടാക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നതും പണം നിക്ഷേപിച്ചവർക്കുള്ള പലിശ നൽകുന്നതും. അപ്പം പണം ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലിശയോട് കൂടിയിട്ടാണ് അല്ലേ പിന്നെ കാശ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ പലിശയോട് കൂടി അടച്ചിട്ടുള്ള കാശുണ്ടല്ലോ, അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന പലിശയുണ്ടല്ലോ, അത് ഈ ബാങ്ക് എന്താ ചെയ്യുന്നത്,
ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ നിക്ഷേപകർക്ക് കുറച്ച് പലിശ കൊടുക്കണമല്ലോ, ആ പലിശയിലേക്ക് ഇത് ഇടുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ബാങ്ക് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം നിക്ഷേപത്തിനും വായ്പയ്ക്കും പലിശയുണ്ട്. വായ്പ എടുക്കുന്നവരിൽ നിന്ന് ബാങ്ക് ഒരു നിശ്ചിത തുക പലിശയായിട്ട് ഈടാക്കും. ഇതിൽ നിന്ന് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നതും പണം നിക്ഷേപിച്ചവർക്കുള്ള പലിശ നൽകുന്നു ഇതിലൂടെയാണ്. ഓക്കെ, ഇനി അക്കൗണ്ട് തുടങ്ങാം. എനിക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനായി അമ്മയോടൊപ്പമാണ് ഞാൻ ബാങ്കിലേക്ക് പോയത്. ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് നിക്ഷേപത്തിനാണോ വായ്പയ്ക്കാണോ പലിശ കൂടുതലെന്ന് കണ്ടെത്തൂ. നോക്കിയൊക്കെ, പലിശ കൂടുതലായിട്ട് എന്തിനാണ്? ലോൺ എടുക്കുമ്പോഴാണ് അല്ലേ? നിക്ഷേപങ്ങൾക്കാണോ? അല്ല, വായ്പയ്ക്കാണോ കൂടുതലായിട്ട് പലിശ വരുന്നത്. നമ്മൾ നിക്ഷേപം ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പലിശയാണ് കിട്ടുന്നുള്ളൂ. അതായത് നമ്മൾ ഒരു 5 ലക്ഷം ഇട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് 5,50,000 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കൂ. പലിശ നിരക്ക് കൂട്ടാൻ നോക്കാമെന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ 5 ലക്ഷത്തിന് 5,50,000 ആണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കൂ. എന്നാൽ നമ്മൾ 5 ലക്ഷം വായ്പയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, 6 ലക്ഷമെങ്കിലും നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. അതാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, നിക്ഷേപത്തിനാണ് വായ്പയ്ക്കാണ് പലിശ കൂടുതൽ, എന്തിനാണ്? വായ്പയ്ക്കാണ് കൂടുതൽ പലിശ കൊടുക്കേണ്ടത്. ഇനി അക്കൗണ്ട് തുടങ്ങാം. എനിക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനായി അമ്മയോടൊപ്പമാണ് ഞാൻ ബാങ്കിലേക്ക് പോയത്. എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡിൻ്റെ കോപ്പിയും മറ്റ് രേഖകളും അമ്മ കയ്യിൽ കരുതിയിരുന്നു. അക്കൗണ്ട് തുടങ്ങാനുള്ള ഫോം പൂരിപ്പിച്ച് ഞാനതിൽ ഒപ്പിട്ടു. പൂരിപ്പിച്ച അപേക്ഷയും കൈവശമുണ്ടായിരുന്ന രേഖകളും അമ്മ കൗണ്ടറിൽ ഏൽപ്പിച്ചു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് രേഖകളൊക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്, മറ്റു രേഖകളും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ബാങ്ക് അക്കൗണ്ട് എന്ന് വെച്ചാൽ, എന്താണ് ബാങ്ക് അക്കൗണ്ട്? ബാങ്കും ഇടപാടുകാരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള ക്രമീകരണമാണ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ബാങ്കും ഇടപാടുകാരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ളൊരു ക്രമീകരണമാണ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇവ രേഖപ്പെടുത്തുന്ന ഇതിലാണ്, പാസ്ബുക്കിലാണ്. എല്ലാവർക്കും ഉണ്ടായിരിക്കും ഒരു പാസ്ബുക്ക് ഉണ്ടാവും അല്ലേ, ബാങ്കിൽ നിന്ന് നമ്മൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ബാങ്ക് ഇടപാടുകാരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള ക്രമീകരണത്തെയാണ് എന്തെന്ന് പറയുന്നത്, ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് രേഖപ്പെടുന്ന ഇതിലാണ്, പാസ്ബുക്കിലാണ്. അപ്പോൾ പാസ്ബുക്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? പാസ്ബുക്ക് എന്ന് വെച്ചാൽ എന്താണ്? ബാങ്കും ഉപഭോക്താവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനമാണ് പാസ്ബുക്ക്. ഉടമയുടെ പേരുണ്ടാവും, വിലാസം അഡ്രസ്സ് ഉണ്ടാവും, അക്കൗണ്ടിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കും, അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കും, ബാങ്കിനെ സംബന്ധിക്കുന്ന അടിസ്ഥാന വിവരങ്ങളും ഉണ്ടായിരിക്കും അല്ലേ. പാസ്ബുക്കിൽ നമ്മുടെ പേരുണ്ടായിരിക്കും, അഡ്രസ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലേ, ഫോൺ നമ്പർ അല്ലെങ്കിൽ ബാങ്കിൻ്റെ അഡ്രസ്സ് എവിടെയാണ് അല്ലേ, എവിടെയാണുള്ളതെന്നും, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കും, IFSC നമ്പർ, അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഈ പാസ്ബുക്കിൽ ഉണ്ടായിരിക്കാം. ഇനി 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് രക്ഷിതാവിനൊപ്പം സംയുക്ത അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓൺലൈനായിട്ടും ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ 10 വയസ്സിന് മുകളിലുള്ളവർക്കാണ് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജോയിൻ്റ് അക്കൗണ്ടിൽ, അതായത് മാതാപിതാക്കളുമായിട്ട് യോജിപ്പിച്ചിട്ട് വേണം ഒരു അക്കൗണ്ട് തുടങ്ങുന്നതായിട്ട്. 10 വയസ്സിന് താഴെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഓൺലൈനായിട്ടും ചെയ്യാമെന്നും പറയുന്നുണ്ട്. ഇനി വിവിധ തരം അക്കൗണ്ടുകളും നിക്ഷേപങ്ങളും. ഇപ്പോൾ ആകാശ് ചോദിക്കുകയാണ്, ടീച്ചർ, റിയയുടെ പാസ്ബുക്കിൽ റിയയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, എന്നാൽ എൻ്റെ പാസ്ബുക്കിൽ എൻ്റെയും അമ്മയുടെയും ഫോട്ടോ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്, ആകാശ്, അത് 2 തരം അക്കൗണ്ടുകളാണ്. അപ്പോൾ നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ടുകളെ 3 ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് അക്കൗണ്ടുകളെ പ്രധാനമായിട്ടും എത്രയായിട്ട് തിരിക്കാം? 3 ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയൊക്കെയാണ്? വ്യക്തിഗത അക്കൗണ്ട് ഉണ്ടായിരിക്കും, ഇൻഡിവിജ്വൽ അക്കൗണ്ട്, പിന്നെന്താണ്, സംയുക്ത അക്കൗണ്ട് അല്ലെങ്കിൽ ജോയിൻ്റ് അക്കൗണ്ട്, സ്ഥാപന അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട്. എന്താണെന്ന് നോക്കാം. അപ്പോൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ബാങ്ക് അക്കൗണ്ടുകളെ എന്ന് പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ്? വ്യക്തിഗത അക്കൗണ്ട്, സംയുക്ത അക്കൗണ്ട്, സ്ഥാപന അക്കൗണ്ട്. വ്യക്തിഗത അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടിനെയാണ് എന്ന് പറയുന്നത് വ്യക്തിഗത അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടിനെയാണ് വ്യക്തിഗത അക്കൗണ്ട് എന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് മാത്രമേ ഈ അക്കൗണ്ടിലൂടെ ബാങ്കുമായി ഇടപാടുകൾ നടത്താനായിട്ട് കഴിയൂ. ആ വ്യക്തിക്ക് മാത്രമേ ഈ അക്കൗണ്ടിലൂടെ ബാങ്കിങ് ഇടപാടുകൾ നടത്താനായിട്ട് കഴിയുള്ളൂ. ഈ സംയുക്ത അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? പേരിൽ തന്നെ അല്ലേ, ജോയിൻ്റ് അക്കൗണ്ട് അല്ലേ. ജോയിൻ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ? 2ഓ അതിലധികമോ വ്യക്തികളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ചേർന്ന് ആരംഭിക്കുന്ന അക്കൗണ്ടിനെയാണ് എന്ന് പറയുന്നത് സംയുക്ത അക്കൗണ്ട് എന്ന് പറയുന്നത്. 2ഓ അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചേർന്ന് ആരംഭിക്കുന്ന അക്കൗണ്ടാണ് സംയുക്ത അക്കൗണ്ട്. ഇനി എന്താണ് സ്ഥാപന അക്കൗണ്ട്? ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടിനെയാണ് സ്ഥാപന അക്കൗണ്ട് എന്ന് പറയുന്നത്.
സ്ഥാപനത്തിലെ അധികാരപ്പെട്ട വ്യക്തിയാണ് അക്കൗണ്ട് ആരംഭിക്കുന്നതും ഇടപാടുകൾ നടത്തുന്നതും. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടിന് സ്ഥാപന അക്കൗണ്ട് എന്ന് പറയുന്നു. സ്ഥാപനത്തിലെ അധികാരപ്പെട്ട വ്യക്തിയാണ് ഈ അക്കൗണ്ട് ആരംഭിക്കുന്നതും ഇടപാടുകൾ നടത്തുന്നതും. അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. വ്യക്തിഗത അക്കൗണ്ട്, ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്നും, സംയുക്ത അക്കൗണ്ട്, ജോയിന്റ് അക്കൗണ്ട് എന്നും, സ്ഥാപന അക്കൗണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് എന്നും അല്ലേ. വ്യക്തിഗത അക്കൗണ്ട് എന്ന് വെച്ചാൽ ഒരു വ്യക്തി മാത്രമാണ് അവിടെ ഇടപാടുകൾ നടത്തുന്നത് അല്ലേ. ഇനി സംയുക്ത അക്കൗണ്ട് എന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്ഥാപനമായിരിക്കാം. സ്ഥാപന അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടിനെയാണ് സ്ഥാപന അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ഒരു ആരാണ് അവിടുത്തെ ഉയർന്ന ആൾ, അദ്ദേഹമാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിക്കുന്ന ഇടപാടുകൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് വ്യത്യസ്ത തരം അക്കൗണ്ടുകൾ ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ വ്യത്യസ്ത തരം നിക്ഷേപങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ്? സമ്പാദ്യ നിക്ഷേപങ്ങൾ, പ്രചലിത നിക്ഷേപങ്ങൾ, സ്ഥിര നിക്ഷേപങ്ങൾ, ആവർത്തിത നിക്ഷേപങ്ങൾ. സമ്പാദ്യ നിക്ഷേപങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സേവിങ് ഡെപ്പോസിറ്റ്. അപ്പോൾ എത്രയാണ്? 4ആയിട്ട് നമുക്ക് നിക്ഷേപങ്ങളെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സമ്പാദ്യ നിക്ഷേപങ്ങളെന്നും, പ്രചലിത നിക്ഷേപങ്ങളെന്നും, പിന്നെ എന്താണ്? സ്ഥിര നിക്ഷേപങ്ങളെന്നും, ആവർത്തിത നിക്ഷേപങ്ങളെന്നും. അപ്പോൾ അത് നമുക്ക് ആദ്യം ഓരോന്നായിട്ട് നോക്കാം. സമ്പാദ്യ നിക്ഷേപങ്ങൾ എന്ന് വെച്ചാൽ സേവിങ് ഡെപ്പോസിറ്റ്. സമ്പാദ്യ നിക്ഷേപങ്ങൾ എന്ന് വെച്ചാൽ സേവിങ് ഡെപ്പോസിറ്റ്. അപ്പോൾ എന്താണ്? വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള നിക്ഷേപമാണിത്. വ്യക്തിഗത സംയുക്ത അക്കൗണ്ടുകാർക്ക് സമ്പാദ്യം നിക്ഷേപം തുടങ്ങാവുന്നതാണ്. വ്യക്തിഗത സംയുക്ത അക്കൗണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇൻഡിവിജ്വൽ അക്കൗണ്ടും ജോയിന്റ് അക്കൗണ്ടും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ 2 പേർക്കും വന്ന് ചെയ്യാം സമ്പാദ്യ നിക്ഷേപം തുടങ്ങാം. ഈ നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കുറഞ്ഞ നിരക്കിൽ പലിശ നൽകുന്നുണ്ട്. എത്ര തവണ വേണമെങ്കിലും പണം നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പണം പിൻവലിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ എന്താണ് സേവിങ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ? എന്താണ്? വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായിട്ട്. അതായത് നമുക്ക് കുറച്ച് കാശ് അക്കൗണ്ടിൽ കൊണ്ടിടാം, നമുക്ക് സേവ് ചെയ്തിട്ടില്ലേ. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ ബാങ്കുകാർ എന്ത് ചെയ്യും? കുറച്ച് നാൾക്ക് ശേഷം കുറച്ച് പലിശയായിട്ട് നമുക്ക് തിരിച്ച് പണം നൽകും അല്ലേ. അപ്പോൾ നമുക്ക് എത്ര തവണ വേണമെന്നെങ്കിലും നമുക്ക് പണം നിക്ഷേപിക്കാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. എത്ര തവണ വേണമെന്നെങ്കിലും പണം നിക്ഷേപിക്കാം. പക്ഷെ നമ്മളത് തിരിച്ചെടുക്കുന്നതിന് ചെറിയ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതാണ് സമ്പാദ്യ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രചലിത നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ കറന്റ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വ്യാപാരികളെയും വ്യവസായികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ കറന്റ് ഡെപ്പോസിറ്റ്. ഒരു ദിവസം എത്ര ഇടപാടുകൾ വേണമെങ്കിലും നടത്താം. പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും നിയന്ത്രണങ്ങളില്ല. ഈ നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കുന്നതല്ല. പ്രചലിത നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ കറന്റ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ അവിടെ എന്താണ്? നമുക്ക് ഇപ്പോൾ പണം അതിലിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പലിശ ഒന്നും ലഭിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് പണം എത്ര വേണമെങ്കിലും ഇടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് പ്രചലിത നിക്ഷേപങ്ങൾ എന്ന് വെച്ചാൽ? വ്യാപാരികളെയും വ്യവസായികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിക്ഷേപമാണ് അല്ലേ. ഒരു ദിവസം എത്ര ഇടപാട് വേണമെങ്കിലും നടത്താം. പണം നിക്ഷേപിക്കുന്നതിന് പിൻവലിക്കുന്നതിന് നിയന്ത്രണങ്ങളില്ല. ഈ നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കില്ല. ഇനി എന്താണ് സ്ഥിര നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റത്തവണ മാത്രം നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിക്ഷേപം പലിശയോടുകൂടി പിൻവലിക്കുകയും ചെയ്യുന്ന നിക്ഷേപത്തെയാണ് സ്ഥിര നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കൂടുതൽ പലിശ നൽകും. എന്ന് വെച്ചാൽ എന്താണ് സ്ഥിര നിക്ഷേപങ്ങൾ എന്ന് വെച്ചാൽ? നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് കുറച്ച് കാശ് കൊടുത്തിട്ടെന്ന് വിചാരിക്കൂ. ഇത്ര വർഷത്തേക്ക്, ഇപ്പോൾ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്കാണ് നമ്മൾ ആ ഒരു അക്കൗണ്ടിൽ കാശ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 6 മാസം നമുക്ക് ആ കാശ് എടുക്കാനായിട്ട് പറ്റില്ല. എടുക്കുന്നതിനായിട്ട് സാധിക്കും, പക്ഷെ എന്താണ് നമുക്ക് പലിശ കിട്ടില്ല. പക്ഷേ ഈ 6 മാസം നമ്മൾ അങ്ങനെ തന്നെ ഇടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് കുറച്ചധികം കാശ് കിട്ടും. അതായത് നമുക്ക് ഇപ്പോൾ കുറേ നിക്ഷേപങ്ങൾ പറഞ്ഞല്ലോ, ഇതിൽ ഏറ്റവും കൂടുതൽ പലിശ നൽകുന്നതും അവർ ഏതിനെ തന്നെയാണ്? ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ തന്നെയാണ്. അപ്പോൾ ഒറ്റ തവണ മാത്രമേ നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിക്ഷേപം പലിശയോടുകൂടി പിൻവലിക്കുകയും ചെയ്യുന്ന നിക്ഷേപത്തെയാണ് സ്ഥിര നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കൂടുതലായിട്ട് പലിശ നൽകുന്നുണ്ട്. പ്രചലിത നിക്ഷേപങ്ങൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു? വ്യവസായങ്ങൾക്കാണ് അല്ലെങ്കിൽ വ്യവസായികൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കാണ് നൽകുന്നത്. അതിന് പലിശയൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ സമ്പാദ്യ നിക്ഷേപം എന്ന് വെച്ചാൽ എന്താണ്? പലിശ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ആവർത്തിത നിക്ഷേപങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? റീക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്ഥിര നിക്ഷേപത്തിൻ്റെ മറ്റൊരു രൂപമാണ്. ഒരു പ്രത്യേക കാലയളവിലേക്ക്
നിശ്ചിത തുക കൃത്യമായ ഇടവേളകളിൽ ദിവസത്തിലോ ആഴ്ചയിലോ മാസത്തിലോ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. കാലാവധി പൂർത്തിയായതിനു ശേഷമേ തുക പിൻവലിക്കാനായിട്ട് കഴിയൂ. സമ്പാദ്യ നിക്ഷേപത്തെക്കാളും കൂടുതൽ പലിശ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, സ്ഥിര നിക്ഷേപം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണെന്നല്ലേ. അപ്പോൾ അതിൻ്റെ വേറെ രൂപം തന്നെയാണ് ഈ ആവർത്തിത നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഡെയിലി നമുക്ക് ഇടാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ സ്ഥിര നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം മാത്രം നിക്ഷേപിക്കുന്നതിനായിട്ട് പറ്റുള്ളൂ. സ്ഥിര നിക്ഷേപങ്ങളിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 50,000 രൂപയാണെന്നുണ്ടെങ്കിൽ ഈ 50,000 രൂപ നമ്മൾ ഒറ്റയടിക്ക് ഇടണം. എന്നാൽ മാത്രമാണ് സ്ഥിര നിക്ഷേപങ്ങളിൽ നമുക്ക് പലിശ ലഭിക്കുകയുള്ളൂ. എന്നാൽ ആവർത്തിത നിക്ഷേപങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ഇടാം. ഇപ്പോൾ ദിവസം ആണെങ്കിൽ 500 വെച്ചിട്ടിടാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 500 വെച്ചിടാം, അല്ലെങ്കിൽ എന്താണ് മാസത്തിൽ 500 വെച്ചിട്ട് ഇടാം. അപ്പോൾ എത്ര വേണമെങ്കിലും ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ആഴ്ചയിലോ മാസത്തിലോ ദിവസത്തിലോ ഈ അക്കൗണ്ടിൽ നമുക്ക് പണം നിക്ഷേപിക്കുന്നതിനായിട്ട് പറ്റും. അപ്പോൾ ഈ സമ്പാദ്യ നിക്ഷേപത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്പാദ്യ നിക്ഷേപം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞൂലേ കുറച്ച് പലിശ ലഭിക്കുന്നു, അതിനേക്കാളും കൂടുതൽ പലിശ ലഭിക്കുന്നുണ്ട് ആവർത്തിത നിക്ഷേപങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് നമ്മളെ ഈ സ്ഥിര നിക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു നിശ്ചിത സമയത്തിന് ശേഷമാണ് നമുക്ക് ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ ഈ പലിശയോട് കൂടിയിട്ടുള്ള പണം. അതുപോലെ തന്നെയാണ് ആവർത്തിത നിക്ഷേപങ്ങളിലും ഒരു നിശ്ചിത സമയത്തിന് ശേഷം മാത്രമാണ് പണം ലഭിക്കുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, 4 നിക്ഷേപങ്ങളുണ്ടെന്ന് പറഞ്ഞു. സമ്പാദ്യ നിക്ഷേപങ്ങൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു, വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള നിക്ഷേപമാണ്. വ്യക്തിഗത സംയുക്ത അക്കൗണ്ടുകാർക്ക് സമ്പാദ്യ നിക്ഷേപം തുടങ്ങാം. ഈ നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കുറഞ്ഞ നിരക്കിലാണ് പലിശ നൽകുന്നത്. എത്ര തവണ വേണമെങ്കിലും പണം നിക്ഷേപിക്കാം, എന്നാൽ പണം പിൻവലിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഇനി പ്രചലിത നിക്ഷേപങ്ങൾ എന്ന് വെച്ചാൽ വ്യാപാരികളെയും വ്യവസായികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിക്ഷേപമാണ്. ഒരു ദിവസം എത്ര ഇടപാട് വേണമെങ്കിലും നടത്താം. പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും നിയന്ത്രണങ്ങളുണ്ടോ? ഇല്ല. ഈ നിക്ഷേപങ്ങൾക്ക് പലിശ നൽകുന്നില്ല. ഇനി സ്ഥിര നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒറ്റ തവണ മാത്രം നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിക്ഷേപം പലിശയോട് കൂടി പിൻവലിക്കുകയും ചെയ്യുന്ന നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കൂടുതൽ പലിശ നൽകുന്നു. ഇനി ആവർത്തിത നിക്ഷേപങ്ങൾ എന്ന് വെച്ചാലോ സ്ഥിര നിക്ഷേപത്തിൻ്റെ മറ്റൊരു രൂപമാണ്. ഒരു പ്രത്യേക കാലയളവിലേക്ക് നിശ്ചിത തുക കൃത്യമായ ഇടവേളകളിൽ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. കാലാവധി പൂർത്തിയായതിനു ശേഷം മാത്രം തുക പിൻവലിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സമ്പാദ്യ നിക്ഷേപത്തെക്കാളും കൂടുതൽ പലിശ നൽകുന്നുണ്ട്. ഓക്കെ, സമ്പാദ്യ നിക്ഷേപം എന്ന് വെച്ചാൽ കാലയളവ് ബാധകമാണോ? അല്ല അല്ലേ. പലിശ എന്ന് വെച്ചാൽ ലഭിക്കുന്നുണ്ടോ? കുറഞ്ഞ പലിശയാണ് അവിടെ ലഭിക്കുന്നത്. നിയന്ത്രണങ്ങളുണ്ടോ? നിയന്ത്രണങ്ങളുണ്ട് അല്ലേ. ഇനി പ്രചലിത നിക്ഷേപം എന്ന് വെച്ചാൽ എന്താണ്, കാലയളവൊന്നും അവിടെ ബാധകമല്ല അല്ലേ. പ്രചലിത നിക്ഷേപം എന്ന് വെച്ചാൽ പലിശ ലഭിക്കുന്നുണ്ടോ? ഇല്ല, പലിശ ലഭിക്കുന്നില്ല. പിൻവലിക്കുന്നതിനായിട്ട് നിയന്ത്രണങ്ങളുണ്ടോ? പ്രചലിത നിക്ഷേപത്തിൽ പിൻവലിക്കുന്നതിനായിട്ട് നിയന്ത്രണങ്ങളുണ്ടോ? ഇല്ല, പിൻവലിക്കുന്നതിനായിട്ട് നിയന്ത്രണങ്ങൾ ഇല്ല. ഇനി എന്താണ്, ബാധകമാണ്, കാലയളവ് ബാധകമാണ്. ഏതാണ്, സ്ഥിര നിക്ഷേപമാണ് അല്ലേ. സ്ഥിര നിക്ഷേപത്തിൽ എന്താണ്, പലിശ ലഭിക്കുന്നുണ്ട്, കൂടുതൽ പലിശയാണ്. അതുപോലെ തന്നെ കാലാവധിക്ക് ശേഷം മാത്രമാണ് കിട്ടുള്ളൂ അല്ലേ. ആവർത്തിത നിക്ഷേപം എന്ന് വെച്ചാൽ എന്താണ്, കാലയളവ് ബാധകമാണോ? ബാധകമാണ്. ഉയർന്ന പലിശയാണ്, അതുപോലെ തന്നെ കാലാവധിക്ക് ശേഷം മാത്രമാണ് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ക്ലിയർ ആയല്ലോ. 1970-കളിലെ തുടക്കത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സമ്പാദ്യ പദ്ധതിയാണ് സഞ്ചയിക. ഇപ്പോൾ സ്റ്റുഡൻറ് സേവിങ്സ് സ്കീം എന്ന പേരിൽ ഈ പദ്ധതി അറിയപ്പെടുന്നു. അപ്പോൾ എന്താ പറയുന്നത്, 1970 തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കീം ഉണ്ടായിരുന്നു, അതായത് ഒരു സമ്പാദ്യ പദ്ധതി ഉണ്ടായിരുന്നു. അതിനെ അറിയപ്പെട്ടിരുന്നത് എന്താണ്, സഞ്ചയിക എന്നാണ്. സഞ്ചയിക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതിനെന്താ അറിയപ്പെടുന്നു, സ്റ്റുഡൻസ് സേവിങ് സ്കീം എന്നറിയപ്പെടുന്നു. വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാങ്കിംഗ് പ്രവർത്തനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടി രൂപപ്പെടുത്തിയാണിത്. ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്ന് അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തിയ പാസ്ബുക്ക് ലഭിക്കും. സ്കൂളിൽ നിന്നും ഈ അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തിയ പാസ്ബുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ എന്നാണ് പറഞ്ഞത്, സ്റ്റുഡൻസ് സേവിങ് സ്കീം നമ്മൾ സ്കൂൾ പഠിക്കുന്നവർക്കായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. സഞ്ചയിക എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേരെന്നും പറയുന്നു. ഇപ്പോൾ എന്താണ് അറിയപ്പെടുന്നത്, സ്റ്റുഡൻസ് സേവിങ് സ്കീം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ RBIനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ വേറെയും ബാങ്കുകളില്ലേ, ഏതൊക്കെയാണ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, ഫെഡറൽ ബാങ്ക്, കനറ ബാങ്ക് ഒക്കെ, കേരള ബാങ്ക് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. വിവിധ തരം ബാങ്കുകൾ. ഇപ്പോൾ ഈ ബാങ്കുകളെ നമുക്ക് പലതരമായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതായത് വിവിധ തരം ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട്, വികസന ബാങ്കുകളുണ്ട്. ഓക്കെ, വാണിജ്യ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട്, വികസന ബാങ്കുകളുണ്ട്. വാണിജ്യ ബാങ്കുകൾ
ബാങ്കിംഗ് മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകൾ എന്ന് വെച്ചതാണ് ബാങ്കിംഗ് മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നതും എന്നാൽ ധാരാളം ശാഖകളുണ്ട്. അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന ബാങ്കുകൾ ഏതാണ്? വാണിജ്യ ബാങ്കുകളാണ്, എന്നാൽ ധാരാളം ശാഖകളുണ്ട്. നിക്ഷേപം സ്വീകരിക്കൽ, വായ്പ നൽകൽ, ലോക്കർ സൗകര്യം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ ബാങ്കിംഗ് എന്നീ സേവനങ്ങൾ ഇടപാടുകാർക്ക് ലഭ്യമാക്കുന്നു. എന്താണ് പറയുന്നത്? നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്, വായ്പ നൽകുന്നുണ്ട്, ലോക്കർ സൗകര്യമുണ്ട്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ ഓൺലൈൻ ബാങ്കിംഗ് എന്നീ സേവനങ്ങളൊക്കെ വാണിജ്യ ബാങ്കുകൾ ലഭ്യമാക്കുന്നുണ്ട്. വാണിജ്യ ബാങ്കുകളെ പൊതുമേഖലാ ബാങ്കുകളെന്നും സ്വകാര്യ മേഖലാ ബാങ്കുകളെന്നും രണ്ടായി തരംതിരിക്കാനായിട്ട് സാധിക്കും. വാണിജ്യ ബാങ്കുകളെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും? രണ്ടെണ്ണം അല്ലേ? ഒന്നാണ് പൊതുമേഖലാ ബാങ്കുകളെന്നും സ്വകാര്യ മേഖലാ ബാങ്കുകളെന്നും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SBI എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ്. ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ്. അപ്പോൾ വാണിജ്യ ബാങ്കുകൾ സാധാരണ എല്ലാ ബാങ്കുകളും ചെയ്യുന്ന ധർമ്മങ്ങൾ തന്നെയാണ്. നിക്ഷേപം സ്വീകരിക്കുന്നു, വായ്പ നൽകുന്നു, ലോക്കർ സൗകര്യമുണ്ട്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ ബാങ്കിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വാണിജ്യ ബാങ്കുകളാണ് ഏറ്റവും പഴക്കം ചെന്ന ബാങ്കുകൾ, ഏറ്റവും ശാഖകളുള്ള ശാഖകളുള്ള ബാങ്ക് എന്ന് പറയുന്നതാണ് വാണിജ്യ ബാങ്കുകളാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പൊതുമേഖല ബാങ്കുകളെന്നും സ്വകാര്യ മേഖലാ ബാങ്കുകളെന്നും അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? പൊതുമേഖലാ വാണിജ്യ ബാങ്ക് ഏതാണ്? SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ മേഖലാ ബാങ്കുകളും. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ എന്ന് വെച്ചാൽ എന്താണ്? പൂർണ്ണമായിട്ടും സർക്കാർ ഉടമസ്ഥതയിലായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക. അതിന് എക്സാമ്പിളാണ് യൂണിയൻ ബാങ്കും കാനറ ബാങ്കും. യൂണിയൻ ബാങ്കും കാനറ ബാങ്കും എന്താണ്? പൊതുമേഖലാ ബാങ്കാണ്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്ന് പറയുന്നത്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഈ ബാങ്കുകളും റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ എക്സാമ്പിൾ ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കും ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? സ്വകാര്യ മേഖലാ ബാങ്കിന് എക്സാമ്പിളാണ്. റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്കും വിധേയമാണ് ഈ സ്വകാര്യ മേഖലാ ബാങ്ക് എന്ന് വെച്ചാൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് പൊതുമേഖലാ ബാങ്കുകൾ. ഇനി സഹകരണ ബാങ്കുകൾ. കർഷകർക്കും കൈത്തൊഴിലുകാർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കുകൾ എന്ന് വെച്ചാൽ എന്താണ്? കർഷകർക്കും കൈത്തൊഴിലുകാർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കാണ് സഹകരണ ബാങ്കുകൾ. സ്വയം സഹായവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, നിക്ഷേപം വർദ്ധിപ്പിക്കുക, സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നിവയാണ് സഹകരണ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? സ്വയം സഹായവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, നിക്ഷേപം വർദ്ധിപ്പിക്കുക, സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നിവയൊക്കെ എന്താണ്? സഹകരണ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. കേരള സർക്കാർ രൂപീകരിച്ച കേരള ബാങ്ക് അത്തരത്തിലൊരു ബാങ്കാണ്. അപ്പോൾ സഹകരണ ബാങ്കാണെന്ന് പറയുന്നത് കേരള ബാങ്ക് എന്ന് പറയുന്നില്ലേ? കർഷകർക്കും കൈത്തൊഴിലുകാർക്കും ചെറുകിട വ്യവസായികൾക്കൊക്കെ എന്താണ്? കുറഞ്ഞ പലിശ നിരക്ക് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കുറഞ്ഞ പലിശ നിരക്കാണ് വായ്പകൾ ലഭ്യമാക്കുന്നത് അല്ലേ? ലോണുകൾ ലഭ്യമാക്കുന്നത് കുറഞ്ഞ പലിശ നിരക്കിലാണ് കേരള ബാങ്കിൽ. ഓക്കെ. ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളെ റൂറൽ സഹകരണ ബാങ്കുകളെന്നും ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ എന്ന് വിളിക്കുന്നു, റൂറൽ ബാങ്കുകൾ എന്ന് വിളിക്കുന്നു അല്ലേ? നഗരപ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിലോ അർബൻ സഹകരണ ബാങ്കുകളെന്നും വിളിക്കുന്നു. ഓക്കെ. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ സഹകരണ ബാങ്കുകളെ റൂറൽ സഹകരണ ബാങ്കുകളെന്നും നഗരപ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിലോ അർബൻ സഹകരണ ബാങ്കുകളെന്നാണ് വിളിക്കുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഏതാണ്? കേരള ബാങ്ക് ആണെന്ന് പറഞ്ഞു അല്ലേ? കേരള സർക്കാർ രൂപീകരിച്ച ഒരു സഹകരണ ബാങ്കാണ് കേരള ബാങ്ക്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആണ് കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്നാണ് കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കുകളും സംയോജിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കും സംയോജിപ്പിച്ചാണ് എന്ത് രൂപീകരിച്ചത്? കേരള ബാങ്ക് രൂപീകരിച്ചത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരള ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കും കൂടി സംയോജിപ്പിച്ചിട്ടാണ് എന്ത്
രൂപീകരിച്ചത്? കേരള ബാങ്ക് രൂപീകരിച്ചത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. കേരള ബാങ്കിന്റെ ഫുൾ ഫോം എന്താണ്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്നാണ്. ഇനി വികസന ബാങ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. വികസന ബാങ്കുകൾ എന്ന് വെച്ചാൽ എന്താണ്? വ്യവസായ, വാണിജ്യ, കാർഷിക രംഗങ്ങളിൽ ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളെയാണ് വികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. വ്യവസായ, വാണിജ്യ, കാർഷിക രംഗങ്ങളിൽ ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളെയാണ് വികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFSCI, അതുപോലെ ദേശീയ കാർഷിക ഗ്രാമവികസന ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത് അല്ലേ. ചോദിക്കാറുണ്ട് നബാർഡ് നിലയിൽ വന്നതാണ് 1982 നിലയിൽ വന്നത്. അപ്പോൾ നബാർഡ് എന്ന് വെച്ചാൽ ദേശീയ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഒക്കെ എന്നാണ് വികസന ബാങ്കിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 4 ബാങ്കുകൾ പറഞ്ഞു അല്ലേ. എത്രയാണ്? 3 ബാങ്കുകൾ പറഞ്ഞു അല്ലേ. വാണിജ്യ ബാങ്കുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും പഴയ ബാങ്കാണ്, എന്നാൽ ധാരാളം ശാഖകളുള്ള ബാങ്കാണ്. അതുപോലെ തന്നെ എല്ലാ നമുക്ക് സാധാരണക്കാർക്കുള്ള എല്ലാ ഇതും നൽകുന്നുണ്ട്. അതായത് നിക്ഷേപം സ്വീകരിക്കുന്നു, വായ്പ നൽകുന്നു, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, എല്ലാ സൗകര്യങ്ങളും വാണിജ്യ ബാങ്കുകൾക്കുണ്ട്. ഇത് നമ്മൾ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പൊതുമേഖലാ ബാങ്ക് എന്നും അതുപോലെ തന്നെ സ്വകാര്യ മേഖലാ ബാങ്ക് എന്നും അല്ലേ. പൊതുമേഖലാ ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലായിരിക്കും. എന്നാൽ സ്വകാര്യ മേഖല എന്ന് വെച്ചാൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലായിരിക്കും. സഹകരണ ബാങ്കുകൾ, അതിനു മുമ്പ് എന്താണ്? ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് പഠിച്ചിരിക്കുക SBI ആണ്. സഹകരണ ബാങ്കുകൾ എന്ന് വെച്ചാൽ എന്താണ്? സഹകരണ ബാങ്കുകളെ കുറഞ്ഞ വായ്പ ലഭ്യമാക്കുന്നതാണ് അല്ലേ. കർഷകർക്കും തൊഴിലാളർക്കും ചെറുകിട വ്യവസായർക്കൊക്കെ കുറഞ്ഞ പലിശ നിരക്കായിരിക്കും ഉണ്ടായിരിക്കുക. അത് ഏറ്റവും വലിയ എക്സാമ്പിൾ ഏതായിരുന്നു? കേരള ബാങ്ക് ആണ് പറഞ്ഞത്. 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നഗരപ്രദേശങ്ങളിലാണെങ്കിൽ ഡിവൈഡ് ചെയ്യില്ല. നഗരപ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ അർബൻ സഹകരണ ബാങ്കുകൾ എന്നറിയപ്പെടുന്നു. ഗ്രാമപ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ റൂറൽ സഹകരണ ബാങ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. വികസന ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ദീർഘകാലം വായ്പ നൽകൂലേ. അതായത് എക്സാമ്പിൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഇൻഡസ്ട്രിയൽ, അതുപോലെ തന്നെ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ദേശീയ കാർഷിക ഗ്രാമവികസന ബാങ്ക്, നബാർഡൊക്കെ അതിന് എക്സാമ്പിളാണ്, വികസന ബാങ്കുകൾക്ക് എക്സാമ്പിളാണ്. ഇനി ബാങ്കിങ് മാറുന്ന മുഖം, അതായത് എന്താണ്? ബാങ്കിങ് ഇപ്പോൾ നമുക്കറിയാം പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വന്നതിന് ശേഷം എല്ലാത്തിലും വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ UPI വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. നോക്കിയേ, ക്രെഡിറ്റ് കാർഡ് അല്ലേ, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെ ATM ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതാ പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ബാങ്കിങ്. മാറുന്ന കാലത്തിനനുസരിച്ച് ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്ന നിരവധി സംവിധാനങ്ങൾ ബാങ്കുകൾ നടപ്പിലാക്കി വരുന്നു. ബാങ്കിൽ നേരിട്ട് പോയി ഇടപാടുകൾ നടത്തിയിരുന്ന കാലം മാറിയില്ലേ. മൊബൈൽ ആപ്പ്, ഇന്റർനെറ്റ് ബാങ്കിങ് എന്നിവയുടെ വരവോടെ ഇടപാടുകാർക്ക് വിവിധ ബാങ്കിങ് സേവനങ്ങൾ അനായാസം ലഭ്യമാക്കുന്നു. കയ്യിൽ പണം കരുതാതെയും പണമിടപാടുകൾ നടത്താൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ബാങ്കിങ് മാറിക്കഴിഞ്ഞു അല്ലേ. കയ്യിൽ കാശ് വെക്കാതെ തന്നെ നമുക്ക് എന്താണ് മൊബൈൽ ആപ്പ് വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കാശ് സെൻഡ് ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലേ. ഇനി ATM എന്ന് വെച്ചാൽ എന്താണ്? ATMന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കാൻ ATM നമ്മെ സഹായിക്കുന്നുണ്ട് അല്ലേ. എന്താണ്? CDM സൗകര്യം ഉപയോഗിച്ച് ഏത് സമയത്ത് പണം നിക്ഷേപിക്കുവാനും കഴിയും. ATM വഴി നമുക്ക് പണം പിൻവലിക്കുവാനും CDM എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്? പണം നിക്ഷേപിക്കുവാനും കഴിയുന്നുണ്ട്. ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ. ഇനി UPI എന്ന് വെച്ചാൽ എന്താണ്? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ്. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഡിജിറ്റൽ സംവിധാനമാണ് UPI എന്ന് പറയുന്നത്. ബാങ്കിലോ ATMലോ പോകാതെ പണമിടപാടുകൾ നടത്താൻ ഈ സംവിധാനത്തിലൂടെ കഴിയും. ഏത് സമയത്തും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ പണം കൈമാറാം. QR കോഡ്, മൊബൈൽ ഫോൺ നമ്പർ, അക്കൗണ്ട് നമ്പർ എന്നിവ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താനായിട്ട് സാധിക്കും. UPI എന്ന് പറയുന്നത് എന്താണ്? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. ഇനി ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും എന്ന് വെച്ചാൽ എന്താണ്? പണമിടപാടുകൾ നടത്താൻ വേണ്ടി ബാങ്കുകൾ ഇടപാടുകാർക്ക് നൽകുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും. പണം കൈവശം കരുതേണ്ട എന്നതാണ് ഇതിലൂടെ ഇടപാടുകാർക്ക് ലഭിക്കുന്ന പ്രധാന സൗകര്യം എന്ന് പറയുന്നത്. എന്നാൽ അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ മാത്രമേ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ കഴിയൂ. ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അക്കൗണ്ടിൽ പണം ഉണ്ടായിരിക്കണം. അക്കൗണ്ടിൽ പണമില്ലെങ്കിലും ഇടപാടുകൾ നടത്താൻ സഹായിക്കുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് നിശ്ചിത ദിവസത്തേക്ക് ബാങ്കുകൾ പണം കടമായിട്ടാണ് നൽകുന്നത്. സമയപരിധിക്കുള്ളിൽ പണം തിരികെ അടച്ചില്ലെങ്കിൽ ബാങ്കുകൾ പലിശ ഈടാക്കും. അപ്പോൾ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എന്താണ്? ഡെബിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പണം എന്തായാലും വേണം. ക്രെഡിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ പണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് കടമെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ കറക്റ്റ് സമയത്തിനുള്ളിൽ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പലിശ ഈടാക്കുന്നതായിരിക്കും. ഇനി കരുതലോടെ ബാങ്കിങ്. ലോൺ ആപ്പുകൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ്. ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടി, OTP കൈക്കലാക്കി പണം തട്ടിപ്പൊക്കെ എന്താണ്? സൈബർ കുറ്റകൃത്യങ്ങളാണ് അല്ലേ. ഓൺലൈൻ ട്രേഡിങ്. അപ്പം സൈബർ രംഗത്ത് ഇത്തരം തട്ടിപ്പുകൾ ഇന്ന് വ്യാപകമാണ്. ഇവ തിരിച്ചറിയുന്നതിനും പ്രതിരോധിക്കുന്നതിനും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ പരിചയപ്പെടാം.
ATM പിൻ, OTP എന്നിവ ആർക്കും പങ്കുവെക്കരുത്. സംശയാസ്പദമായ ഓൺലൈൻ ലിങ്കുകൾ തുറക്കാതിരിക്കുക. അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഫോൺ സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക. ATM പിൻ ഫോണിൽ സൂക്ഷിക്കാതിരിക്കുക. ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക. പാസ്വേഡ് ഇടയ്ക്കിടെ മാറ്റുക. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിപ്പെടുന്നതിന് ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങളും നിലവിലുണ്ട്. എത്രയാണ്? 1930. 1930 ഹെൽപ്പ് ലൈൻ നമ്പർ. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കുള്ള നമ്പർ എത്രയാണ്? 1930. പഠിച്ചു വയ്ക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാങ്കുകളുടെ രൂപീകരണം മുതൽ ഡിജിറ്റൽ ബാങ്കിംഗ് വരെയുള്ള നൂതന സങ്കേതങ്ങൾ നമുക്ക് കണ്ടു അല്ലേ? സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിൽ ബാങ്കുകൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ച ബാങ്കിംഗ് സേവനങ്ങളും പണമിടപാടുകളും കൂടുതൽ സുഗമമായിരിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബാങ്കിംഗ് സേവനങ്ങൾ പ്രാപ്യമാക്കുന്നതിനു ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. വർത്തമാനകാലത്ത് ബാങ്കിംഗ് ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ? ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ചാപ്റ്റർ എന്താണ്? ജപ്പാൻ ചരിത്രവും വർത്തമാനവും എന്നാണ്. ആ ഒരു ചാപ്റ്ററോട് കൂടി നമ്മുടെ 6ാം ക്ലാസ്സിലെ പുതിയ SCERT സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ക്ലാസ്സോട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം.